നമസ്കാരം, ഞാൻ ശക്തി. സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദം അടങ്ങിയ മകരക്കൂറുകാരായിട്ടുള്ള നക്ഷത്ര ജാതരുടെ 2025 മഹാശനീശ്വരൻ്റെ രാശിമാറ്റം കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. നമ്മളീ പറയുന്നത് ശനീശ്വരൻ്റെ രാശിമാറ്റം മാത്രം ആശ്രയിച്ച് പറയുന്ന ഗുണദോഷ ഫലങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ ശനീശ്വരൻ്റെ സ്വാധീനം മാത്രമല്ല, മറ്റുള്ള നവഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ അവരവരുടെ ജാതകത്തിൻ്റെ ദശാനാഥ അപകാര സാധ്യതകളെയും കൂടെ പരിഗണിച്ചാണ് നമ്മൾ ഫലം വിലയിരുത്തേണ്ടത്. ഇവിടെ നമ്മൾ ശനീശ്വരനെ മാത്രം ആശ്രയിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ശനീശ്വരൻ്റെ രാശിമാറ്റം 1200 ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി 10:39 കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി രാശി മാറും. അതുകൊണ്ട് 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ഏകദേശം 2025 സെപ്റ്റംബർ മാസം വരെയുള്ള 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ഏകദേശം 2027 സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദം നക്ഷത്ര ജാതർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ രാശിമാറ്റം 3-ാം ഭാവത്തിലേക്കാണ്. 3-ാം ഭാവത്തിലേക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം പറഞ്ഞാൽ ഇത്രയേറെ സൗഭാഗ്യകരമായിട്ട് ശനീശ്വരൻ ഇവർക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുൻപ് അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി, 3-ൽ ശനി നിന്നാൽ മുടിവെച്ചു വാഴുമെന്നാണ്. മുടിവെച്ചു വാഴുമെന്ന് പറഞ്ഞാൽ ചെങ്കോലും കിരീടവും വെച്ചു വാഴും. അതായത് രാജകീയ തുല്യമായിട്ടുള്ള ഗുണഫലങ്ങൾ, രാജാവിനെ പോലെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് കരഗതമാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് 3-ലെ ശനിയുടെ ഫലമായിട്ട് പറയുന്നത്. ഏതൊക്കെ തരത്തിലായിരിക്കും ഈ 3-ലെ ശനി വരിക? കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുവാൻ ശനി സഹായിക്കും. കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുക എന്ന് മാത്രമല്ല, 10 രൂപയെങ്കിലും നിക്ഷേപം മിച്ചം പിടിക്കുന്ന തരത്തിലേക്കൊരു നിക്ഷേപ പദ്ധതി കൂടെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. ധനപുഷ്ടി അഥവാ ധനത്തിൻ്റെ അഭിവൃദ്ധി, ധനാഭിവൃദ്ധി തന്നെയാണ് 3-ൽ ശനി നിൽക്കുമ്പോൾ എടുത്തു പറയാവുന്ന ഫലങ്ങൾ. അതുപോലെ തന്നെ കർമ്മപുഷ്ടി, തൊഴിൽ ലാഭം, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ ഫലവത്താകും. വിദേശത്ത് നല്ല തൊഴിൽ കിട്ടാനും നല്ല ശമ്പളം കിട്ടാനും ഇടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട കാര്യങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടും. അനുകൂലമായ ദിക്കിലേക്ക് സ്ഥലമാറ്റം കിട്ടും. അനുകൂലമായ രീതിയിൽ സ്ഥാനമാറ്റം ലഭിക്കും. അധികാര തൽപരരായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അധികാര മേഖലകളിലേക്ക് പരിഗണിക്കപ്പെടാനിടയുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ പോലും വൻ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ വിശേഷ ഭക്ഷണ, വസ്ത്ര, ആഭരണ, ഭോഗസൗഖ്യം ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു വൈവാഹിക സാഹചര്യം ഉണ്ടാവുക. അതുപോലെ തന്നെ അധികാരപ്രാപ്തി, ഏതെങ്കിലും തരത്തിലുള്ള അധികാര സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാവുക. മനസ്സന്തോഷം, ഗൃഹനിർമ്മാണം നടക്കുക, ഭൂമി വാങ്ങിക്കുവാൻ പറ്റുക, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുക. അകന്നു കഴിഞ്ഞവരുമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട് സാഹചര്യം ഉണ്ടാവുക. പുതിയ ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ പഴയ വീട് തന്നെ ഒന്ന് മൂടി പിടിപ്പിക്കുക. വാഹനം മാറ്റി വാങ്ങുവാൻ ഇടയാവുക. ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തെളിയുക. ഇഷ്ടവിവാഹലബ്ധി എന്നതിനേക്കാൾ ഉപരി ആഡംബരപൂർണമായിട്ടുള്ള വിവാഹ സത്കാര വേദികളിൽ ശോഭിക്കുക. ഇങ്ങനെ ഐശ്വര്യങ്ങളുടെയും നേട്ടങ്ങളുടെയും ഗുണങ്ങളുടെയും ഒരു നിര തന്നെ ഉണ്ടാകും. കരാറ് പണികളൊക്കെ ഏറ്റെടുക്കുന്നവരെ സംബന്ധിച്ച് പുതിയ കരാർ ജോലികൾ കിട്ടും. അതുപോലെ തന്നെ സ്ഥിരതയില്ലാത്ത തൊഴിലിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അത് സ്ഥിരപ്പെടുത്തണമെന്നുള്ളൊരാഗ്രഹവുമായിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അത്തരം കാര്യങ്ങൾ നടന്ന് കിട്ടും.
വളരെ ദൂരദിക്കിലേക്കുള്ള ഒരു പ്രയാണം, യാത്ര, പ്രത്യേകിച്ച് തീർത്ഥാടനം, വിനോദയാത്ര പോലുള്ള കാര്യങ്ങൾ നടത്തി മാറ്റാൻ സാധിക്കും. കുടുംബാംഗങ്ങൾക്കും മക്കൾക്കുമൊക്കെ ഏകദേശം സസുഖം സന്തോഷകരമായൊരവസ്ഥ ദൃശ്യമാകും. ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകളാണ്. എന്നാൽ ഈ പോസിറ്റീവ് സൈഡിന് അപ്പുറം ചില നെഗറ്റീവ് സൈഡുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത്, സാമ്പത്തികമായിട്ട് ഏകദേശം നമുക്ക് കടബാധ്യതയൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടാമെന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണ മനസ്ഥിതിയുള്ള ചില ആളുകൾ നമ്മളെ സമീപിക്കാനിടയുണ്ട്. അത്തരക്കാരെ ശ്രദ്ധയോടെ കരുതലോടെ നമ്മൾ നേരിടണം. അത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പോകണം. സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത്, ഭാര്യയും ഭർത്താവിനെ തമ്മിൽ തെറ്റിക്കുന്നതുമായിട്ടുള്ള നിലപാടുമായിട്ട് വരുന്നത് എത്ര വലിയ അടുത്ത ബന്ധുക്കളാണെങ്കിലും അവരെയും നമ്മൾ ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കണം. തന്നേക്കാൾ പ്രായം കൂടിയ ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ടൊരു അടുപ്പമോ സ്നേഹമോ ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരാനിടയുണ്ട്. വൃദ്ധ സ്ത്രീ രതി എന്നാണ് ശനീശ്വരൻ്റെ അനുകൂല ഭാവത്തിന് പറയുന്നത്. അതുപോലെ തന്നെ ആട് ഒട്ടകം പോലെയുള്ള ജീവികളുടെ തുകലിൽ അല്ലെങ്കിൽ അവയുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കളുടെ ലാഭം, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തെ നമ്മൾ ഉന്മത്താവസ്ഥ പോലെ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ നമ്മൾ അതിനെ പ്രതികൂലമായ രീതിയിലേക്ക് മാറ്റിയെടുക്കരുത്. കഴിയുന്നത്ര ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവരോട് വഴക്കടിക്കുന്നടക്കമുള്ള രീതികൾ മാറ്റുക. അഹങ്കാര വർത്താനങ്ങളൊന്നും പറയരുത്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഒരു ഐശ്വര്യം, ഒരു സൗഭാഗ്യകരമായ അന്തരീക്ഷം സംജാതമാകുന്ന ഒരു കാലഘട്ടമാണ്. അത് സാമ്പത്തികമായിട്ട് കടബാധ്യതകൾ തന്നെ ഒഴിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ അനുകൂലത ഭാവം മനസ്സിലായില്ല. അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളുള്ള തീരുമാനം, വിദ്യാഭ്യാസ വിഷയങ്ങളുള്ള തീരുമാനം, കുടുംബപരമായ പ്രശ്നങ്ങളുള്ള തീരുമാനം, ഇവയൊക്കെ അനുകൂലമാകുന്നു. കോടതി വ്യവഹാരങ്ങളിൽ വരെ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, 3-ലെ ശനി മുടിവെച്ചു വാഴും. ശത്രുനാശമൊക്കെ നിഷ്പ്രയാസമാണ്. ഇതുവരെ ശത്രുക്കളായിട്ടിരുന്നവരൊക്കെ നാളെ ഒരു സുപ്രഭാതത്തിൽ മിത്രങ്ങളായിട്ട് അടുത്ത് കൂടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. പക്ഷെ അങ്ങനെ വരുന്നവരെയും നമ്മൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കണ്ടും മാത്രമേ നമ്മുടെ കൂടെ കൂട്ടാവൂ. അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ചില പ്രണയങ്ങൾ, അവയ്ക്കൊക്കെ ഒരു അനുകൂല തീരുമാനമുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് നിന്നവരൊക്കെ സന്മനസ്സിന് ഉടമകളാണോ അല്ലയോ എന്നൊന്ന് പരിശോധിക്കുക. അവർ സന്മനസ്സിന് ഉടമകളാണെങ്കിൽ, നിങ്ങൾക്കിപ്പം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതമൊന്നും ഇല്ല, വിവാഹിതരല്ലാത്തവരാണെങ്കിൽ അവരുമായിട്ടൊരു പുനഃസമാഗമത്തിനൊക്കെ വേദി ഒരുങ്ങുവാനിടയുണ്ട്. അത് പ്രത്യേകിച്ച് വിവാഹിതരായിട്ട് കഴിയണവരൊന്നും അത്തരം പണിക്ക് പോകരുത്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ശനീശ്വരൻ അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് 8ൻ്റെ പണി കിട്ടും. പിന്നെ കുടുംബം കാണത്തില്ല, ദാമ്പത്യം കാണത്തില്ല. അപ്പം നമ്മൾ ശനീശ്വരനെ സംബന്ധിച്ച്, ശനിയുടെ അനുകൂല ഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മാനസികമായിട്ടുള്ള ഉല്ലാസം, ശാരീരികമായിട്ടുള്ള ഉല്ലാസം, കുടുംബപരമായിട്ടുള്ള ഉല്ലാസം, എല്ലാ തരത്തിലുമുള്ള ഉല്ലാസങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ധനാഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇവർ വരുന്ന 2.5 വർഷക്കാലം സഞ്ചരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള അഹന്തയും അഹങ്കാരവും തലക്കനവും ഒന്നും പ്രകടിപ്പിക്കാതെ ഏറ്റവും കൂടുതൽ വിനീതന്മാരായി, വിധേയന്മാരായി, താഴ്മയോടുകൂടെ ഏത് മേഖലയിലും നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ ശനീശ്വരൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കും. ശനീശ്വരൻ 3-ാം ഭാവത്തിലൊക്കെ വരുന്നതും നമുക്കിങ്ങനെയുള്ള ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ഒക്കെ നൽകുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ ഒന്ന് പരീക്ഷിക്കുന്നതാണ്. ഞാൻ 3-ൽ നിന്നപ്പോൾ ഇവൻ അഹങ്കാരിയായിരുന്നു എന്ന് അദ്ദേഹം 4-ലേക്ക് മാറുമ്പോൾ തോന്നാതിരിക്കണമെങ്കിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ വരുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ വിനയാന്വിതന്മാരാകണം. ഈശ്വരനോട് വിധേയത്വം വേണം. നമ്മളോട് എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവരോട് നമ്മൾ ഒരു വിധേയത്വം പ്രകടിപ്പിക്കണം. നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരോട് നമ്മൾ വളരെ സ്നേഹപൂർണ്ണമായിട്ട് ഇടപെടുകയും പെരുമാറുകയും വേണം. അതല്ലാതെ നമ്മുടെ കയ്യിൽ 10 പൈസ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കാര വർത്താനം പറഞ്ഞാൽ ശനീശ്വരൻ 3-ൽ നിന്ന് ഇതെല്ലാം കണ്ട് ചിരിക്കും. അദ്ദേഹം 4-ലേക്ക് പോകുമ്പോൾ, അർദ്ധാഷ്ടമ ശനി ദോഷത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് ചിരിച്ചതിൻ്റെ പണി അദ്ദേഹം അവിടെ കാഠിന്യം കൂടുതലായിട്ട് തരും.
അപ്പം അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടാക്കാതെ മൂന്നിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കഴിയുന്നത്ര നേട്ടങ്ങളുണ്ടാക്കി മുടിവെച്ചു വാഴുന്ന രീതിയിലേക്ക് എല്ലാ ഈ കൂറുകാരും ഐശ്വര്യത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ ശനി ദോഷ പരിഹാരം പറയേണ്ട കാര്യമില്ല. ശനി ദോഷകാരകനല്ല. ഇനി ഏതെങ്കിലും ജാതകവശം ആർക്കെങ്കിലും ശനി ദോഷകാരകനായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എല്ലാം തൈരും കലർത്തി ചോറ് കൊടുക്കുക, ശനിയാഴ്ച ദിവസം അതിരാവിലെ അതായത് ഉദയം മുതൽ 1 മണിക്കൂറിനുള്ളിലോ അതല്ലെങ്കിൽ അസ്തമയ ശേഷമോ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാജനം സമർപ്പിക്കുക. പിന്നെ ശാരീരിക വൈകല്യമുള്ള ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന സാധുക്കളായവർക്ക് നീല നിറത്തിലുള്ള കമ്പിളി വസ്ത്രം ദാനം ചെയ്യുന്നതും ദോഷപരിഹാരങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കിവിടെ വിലയിരുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.